ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ നാളത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. അങ്ങനെ ഡോക്ടർ പറയുന്നുണ്ട്, കല്യാണിയെടുത്തും കാദംബരിയെടുത്തും കാർത്തികയെടുത്തും നിങ്ങളുടെ അച്ഛന് നേരത്തെ നിങ്ങൾ കണ്ട സമയത്ത് അച്ഛൻ കണ്ണ് തുറന്നിട്ടുണ്ടായില്ലല്ലോ. ഇപ്പം അച്ഛൻ കണ്ണ് തുറന്നായിരിക്കണത്. ആകെ ഒരു കാര്യം മാത്രമേ പറയുന്നുള്ളൂ, തൻ്റെ പെമ്മക്കളെ കാണണമെന്ന്. അതുകൊണ്ട് നിങ്ങൾ 3 പേരും പോയി കണ്ടോ. കാരണം ഈ അവസ്ഥയിൽ കിടക്കുന്ന പേഷ്യൻറ്റിൻ്റെ ആഗ്രഹങ്ങൾക്ക് എത്ര ഡേഞ്ചർ സിറ്റുവേഷൻ ആണെങ്കിലും നിറവേറ്റാനാണ് ഞങ്ങൾ ഡോക്ടർമാർ നോക്കുക. ചിലപ്പോൾ നിങ്ങളെ 3 പേരും കണ്ട അച്ഛൻ്റെ അവസ്ഥയിൽ വലിയ മാറ്റം ഉണ്ടെങ്കിലും അയാൾക്ക് ചില പ്രതീക്ഷയ്ക്ക് വകയുണ്ടാകും. അതുകൊണ്ട് നിങ്ങൾ 3 പേര് മാസ്ക് വെച്ചിട്ട് പോയി കണ്ടോളാൻ വേണ്ടി ഡോക്ടർ പറയാണ്. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഒരുപാട് സംസാരിപ്പിക്കാൻ വേണ്ടി നോക്കരുത്, നിങ്ങളും സംസാരിക്കരുത്, അദ്ദേഹത്തെ കൊണ്ട് സംസാരിപ്പിക്കാൻ നോക്കരുത്, ചുമ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് 3 പേരെ അത് ഐസിയുടെ ഉള്ളിലേക്ക് കയറ്റി വിടുക കേട്ടോ. അങ്ങനെ 3 പേര് മാസ്ക് ഒക്കെ വെച്ചിട്ട് ഐസിയുടെ ഉള്ളിലേക്ക് കയറുന്നുണ്ട്. പ്രകാശൻ ഇങ്ങനെ കണ്ണൊക്കെ നിറഞ്ഞ് അവരെ കാത്തിരിക്കുകയാണ്. കല്യാണിയും കാദംബരിയും കാർത്തികയും പ്രകാശിന്റെ അടുത്തേക്ക് വരുന്നുണ്ട്. കല്യാണി അച്ഛ എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. പ്രകാശൻ ഭയങ്കര സന്തോഷം കൊണ്ട് കല്യാണിയുടെ നോക്കാണ്. കാരണം കല്യാണി ആദ്യമായിട്ടാണ് പ്രകാശിന്റെ മുഖത്ത് നോക്കി അച്ഛ എന്ന് വിളിക്കുന്നത്. അങ്ങനെ നമ്മുടെ പ്രകാശ് സന്തോഷം കൊണ്ട് മോളെ എന്ന് പറയാണ്. മക്കളെ എല്ലാവരും വന്നിട്ടുണ്ടല്ലോ എന്ന് പറയണം. അച്ഛ സംസാരിക്കില്ലേ അച്ഛാ, അച്ഛനോട് സംസാരിക്കാൻ പാടില്ലെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കണം. അച്ഛനൊന്നും സംസാരിക്കണ്ട, ഞങ്ങൾ പറയണത് മാത്രം അച്ഛൻ കേട്ടാ മതി എന്ന് കല്യാണി പറയാണ്. നോക്ക്, ഞങ്ങൾ 3 പേരും അച്ഛന്റെ കൂടെയുണ്ട്, അച്ഛനൊന്നും കൊണ്ട് വിഷമിക്കണ്ട കേട്ടോ. അച്ഛനൊന്നുമില്ല, പനി കൂടിയുണ്ട്, കുറച്ച് പ്രശ്നങ്ങളുണ്ട്, അതിനെയാണ് ഇവിടെ ഐസിയു കിടത്തിയിരിക്കുന്നത്. പ്രശ്നമൊന്നുമില്ല അച്ഛാ, ഒരു കുഴപ്പമില്ലെന്ന് പറയാണ്. പ്രകാശൻ കണ്ണ് നിറയാട്ടോ. 3 പേരും പ്രകാശിന്റെ കൈകളിൽ ചേർത്ത് പിടിക്കുകയാണ്. പ്രകാശൻ 3 പേരുടെയും കൈകൾ പ്രകാശിന്റെ നെഞ്ചിൽ ചേർത്ത് വെക്കുകയാണ്. ശേഷം പ്രകാശൻ സംസാരിക്കാൻ വേണ്ടി നോക്കുമ്പോൾ കല്യാണി പറഞ്ഞിട്ട്, വേണ്ട അച്ഛൻ, അച്ഛൻ സംസാരിക്കാൻ പോണത് എന്താണെന്ന് എനിക്കറിയാം. ഈ ഓണത്തിന് ഞങ്ങൾ 3 മക്കളുടെ കൂടെയും അതുപോലെ തന്നെ വേണ്ടപ്പെട്ടവരുടെ കൂടെയൊക്കെ അച്ഛൻ ഓണം ആഘോഷിക്കണം എന്നുള്ളതല്ലേ അച്ഛൻ. അതെന്തായാലും നടക്കും. അച്ഛൻ പഴയതിനേക്കാളും ഉഷാറായിട്ട് ഇവിടുന്ന് പുറത്തിറങ്ങും, ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. ഡോക്ടർ പറഞ്ഞത് അച്ഛൻ ഇപ്പൊ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടെന്നാ പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് അച്ഛൻ പേടിക്കൊന്നും വേണ്ട കേട്ടോ എന്ന് പറയാം. ഞങ്ങൾ 3 പേരും പുറത്ത് തന്നെ ഉണ്ടാകും, അച്ഛനെ കാണണം തോന്നുമ്പോഴൊക്കെ വിളിച്ചാൽ മതി, ഞങ്ങൾ അകത്തേക്ക് കയറി വരാമെന്ന് പറയാണ്. പ്രകാശന് സന്തോഷം കൊണ്ട് കണ്ണ് നിറയാണ്. പ്രകാശൻ പതുക്കെ പ്രകാശിന്റെ കൈകൾ ഇങ്ങനെ കൂപ്പാട്ടെ മക്കളുടെ മുമ്പിൽ. കല്യാണി പൊട്ടിക്കരയാണ്. എന്തിനാ അച്ഛൻ ഇങ്ങനെയൊക്കെ കാണിക്കണത്? എനിക്കിതേ ഒരു ദേഷ്യമില്ല അച്ഛനോട്. പോരെ, അച്ഛന് ഏറ്റവും കൂടുതൽ വിഷമം എന്റെ കാര്യത്തിലായിരുന്നല്ലോ, എന്നെയാണ് ഒരുപാട് ദ്രോഹിച്ചുകൊണ്ട് എന്റെ കാര്യത്തിലായിരുന്നല്ലോ അച്ഛനെ വിഷമം. അച്ഛൻ വിഷമിക്കൊന്നും വേണ്ട, എനിക്ക് ഒരു പേടിയില്ല അച്ഛനെ. ഇപ്പോ അച്ഛൻ എന്നെ ഒരുപാട് സ്നേഹിക്കണമെന്ന് എനിക്കറിയാം. അച്ഛനെ വിട്ട് ഇനി ഞങ്ങൾ 3 പേരും എവിടെയും പോവില്ല. പിന്നെ അച്ഛന്റെ ഭാര്യമാര് അച്ഛനോട് ചെറിയ പരിഭവമൊക്കെ ഉണ്ട്, അവർക്ക് ഇപ്പോഴും അച്ഛന് പൂർണ്ണ വിശ്വാസമായിട്ടില്ല, അമ്മമ്മക്ക് പോലും വിശ്വാസമായിട്ടില്ല, അതുകൊണ്ടിട്ട് അവരൊന്നും വരാത്തത്. പക്ഷെ ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല. പിന്നെ അവരൊക്കെ അച്ഛനെ മനസ്സിലാക്കോ, കിരണേട്ടന്റെ അച്ഛനും അമ്മയൊക്കെ അച്ഛനെ മനസ്സിലാക്കിയിട്ടുണ്ട്. അച്ഛൻ ഞങ്ങളെന്നാ പോട്ടെ, ഡോക്ടർ അധികം നേരം ഇവിടെ നിൽക്കണമെന്നാ പറഞ്ഞേക്കണത്, അച്ഛനെ കാണാൻ തോന്നുമ്പോഴൊക്കെ വിളിച്ച നേഴ്സിനോട് പറഞ്ഞാൽ മതി കേട്ടോ, ഞാനും കാർത്തിക ചേച്ചിയും കാദംബരി ചേച്ചിയും മാറി മാറി ഇവിടെ നിന്നോളാം എന്ന് പറയണം. പ്രകാശിന്റെ സന്തോഷം കൊണ്ട് കണ്ണ് നിറയാട്ടോ. അങ്ങനെ അവരവിടെ അവിടുന്ന് ഹോസ്പിറ്റലിൽ പോകുവാണ്. അതിനുശേഷം 3 പെൺമക്കളും പോയി കഴിയുമ്പോൾ പ്രകാശം പൊട്ടിക്കരഞ്ഞു പോകുവാണ്. പിന്നീട് കാണിക്കണത് നമ്മുടെ കല്യാണി തിരിച്ച് വീട്ടിലേക്ക് വരുന്നുണ്ട്. വീട്ടിലേക്ക് വരുമ്പോഴേക്കും ദീപ പറയുന്നുണ്ട്, അയാളെ കണ്ടോ എന്ന് പറയണം. അച്ഛൻ്റെ അവസ്ഥ ഭയങ്കര മോശമാണ് അമ്മേ, അമ്മ പറ്റുമെങ്കിൽ അച്ഛനൊന്ന് കാണാൻ പോകണം. ഇല്ല മോളെ, ഞാൻ അയാളെ കാണാൻ പോയില്ല. നിനക്കറിയാലോ വിക്രം, അവൻ എൻ്റെ വയറ്റിൽ പിറന്നവനാ, എന്നിട്ട് പോലും എനിക്ക് അവനോട് പോലും ചെറിയൊരു തരി സ്നേഹം പോലില്ല. പിന്നെയല്ലേ താലി കെട്ടിയവനോട്. അയാളോട് ഞാൻ ക്ഷമിച്ചാണ്, എന്തു ചെയ്താലും ക്ഷമിച്ചിട്ടല്ലേ മോളെ ഞാനുള്ളൂ. പക്ഷെ അന്ന് കോടതി കൂടിയ സമയത്ത് അയാൾ എന്നെക്കുറിച്ച് എന്ത് മോശമായിട്ടാണ് പറഞ്ഞത്. എനിക്ക് അവിഹിത ബന്ധമുണ്ട്, അയാളത് കണ്ണുകൊണ്ട് കണ്ടു എന്ന് പറഞ്ഞു. അത്രയും പേരുടെ മുമ്പിൽ എന്നെ ഒരു ചീത്ത സ്ത്രീ ആക്കി അയാൾ പറഞ്ഞ സമയത്ത് ഞാൻ എൻ്റെ മനസ്സിൽ നിന്ന് അയാളെ പടി ഇറക്കിയതാണ്. അമ്മേ, ഈ സമയത്ത് നമ്മൾ വൈരാഗ്യം കൊണ്ടിരിക്കാൻ പാടില്ല. അച്ഛൻ്റെ അവസ്ഥ മോശമായത് കൊണ്ടല്ലേ ഞാൻ പറയണത്. നോക്ക് മോളെ, ആ വിക്രമാദിത്യൻ എത്രയും പെട്ടെന്ന് പരോളിൽ ഇറങ്ങുമെന്നാ പറയണത്. അത് ഞാൻ നെഞ്ചുടിപ്പോടെ ആ വാർത്ത ഞാൻ കേട്ടത്. അതിന്റെ കാര്യത്തിൽ ഞാൻ ടെൻഷൻ ആയിട്ടിരിക്കുമ്പോൾ മോൾ ഇതൊന്നും പറയണ്ട, അയാൾക്ക് വലിയ കുഴപ്പമൊന്നുമില്ലെന്നല്ലേ പറഞ്ഞത്, പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അയാള് വേണമെങ്കിൽ വാർഡിൽ വരുമ്പോൾ ഞാനും ലക്ഷ്മി അമ്മയും കൂടി പോയിട്ട് വേണമെങ്കിൽ കാണാം എന്നൊക്കെ ദീപ പറയുന്നുണ്ട്. ശേഷം സരയു രൂപയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ്. ആന്റി, എനിക്ക് ആന്റീനെ അത്യാവശ്യമായിട്ട് കാണണം എന്ന് പറയാണ്. എന്തിനാടി എന്നെ കാണുന്നത്, എന്റെ തലയിറക്കാൻ വേണ്ടിയിട്ടാണോ എന്ന് ചോദിക്കുകയാണ്. ആന്റി, സത്യമായിട്ടും അതിനൊന്നും അല്ല ആന്റി, ഞാൻ ആന്റിയുടെ പഴയ സരയു ആയിട്ടാണ് ആന്റിനെ വിളിക്കണത്. ഞാൻ അമേരിക്കയിൽ പോണ കാര്യം ആന്റിക്ക് അറിയാലോ. അതിനു മുമ്പ് അവസാനമായിട്ട് എനിക്ക് ആന്റീനെ ഒന്ന് കാണണം. ആന്റീനെ മാത്രമല്ല, ഞാൻ മുമ്പ് കണ്ടുകൊണ്ട് സ്നേഹിച്ചുകൊണ്ടിരുന്നവരൊക്കെ എനിക്ക് കാണണമെന്നൊരു ആഗ്രഹമുണ്ട് ആന്റി. എന്താ നീ ഇപ്പം ഇങ്ങനെയൊക്കെ പറഞ്ഞത്? നീ എന്താ മരിക്കാൻ പോണ പോലെയാണല്ലോ പറയണത്. ആന്റി എന്ത് വേണമെങ്കിലും വിചാരിച്ചോ, എനിക്ക് ആന്റീനെ ഒന്ന് കാണണം. എൻ്റെ കയ്യിൽ ആയുധങ്ങളോ ഒന്നും തന്നെ ഇല്ല ആന്റി. ഞാൻ പൂർണ്ണ മനസ്സോടെ ആന്റീനെ വിളിക്കണം. ആന്റിക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ ഒന്ന് വരാവോ? നിന്റെ കയ്യിൽ ആയുധമോ എന്തിനുണ്ടെങ്കിൽ നീ സൂക്ഷിച്ചാൽ മതി. കാരണം എൻ്റെ പുറകിൽ എപ്പോഴും ചന്ദ്രേട്ടൻ്റെ ആൾക്കാരുണ്ട്, എനിക്കതൊക്കെ അറിയാം ആന്റി. ഞാൻ അതൊന്നും ചെയ്യില്ല. ആന്റി ബീച്ച് റോട്ടിലൊന്ന് വരാവോ? ശരി, ഞാൻ വരാം എന്ന് രൂപ പറയണം. അങ്ങനെ രൂപ ബീച്ചിൽ കാണാൻ പോകുന്നുണ്ട് സരിയുവിനെ. സരിയും വരികയാണ്. സരിയു രൂപ എടുത്ത് പറയുന്നുണ്ട്, ആന്റി, ഞാനിപ്പോൾ ആന്റീനെയൊക്കെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. ആന്റിയുടെ സ്നേഹമൊക്കെ ഞാൻ ശരിക്കും മനസ്സിലാക്കുന്നുണ്ട്. ആന്റിക്ക് ആന്റിയുടെ മക്കളെക്കാളും ഞാൻ എന്നെയാണ് ഒരുപാട് സ്നേഹിച്ചത്. അതൊക്കെ ഞാൻ
ഇപ്പോഴാണ് ആൻറ്റി മനസ്സിലാക്കണതോ, നീ ഇപ്പോഴെങ്കിലും മനസ്സിലാക്കിയല്ലോ എന്താ നിന്റെ പുതിയ അഭിനയത്തിന്റെ രഹസ്യം, ആരുടെ കൊല വിളിക്കാൻ വേണ്ടിട്ടാ നീ ഇപ്പം ഇങ്ങനെ അഭിനയിക്കണമെന്ന് ചോദിക്കുകയാണ് ആൻറ്റി. ഞാൻ ഒന്നിനും വരുന്നില്ല ആൻറ്റി, എനിക്ക് അതിൻ്റെ അടുത്ത് ഒരു റിക്വസ്റ്റ് മാത്രമേ ഉള്ളൂ, അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആൻറ്റിനെ വിളിച്ചത്. അത് നിനക്ക് ഫോണിലൂടെ പറഞ്ഞാൽ പോരെ? ഫോണിലൂടെ പറഞ്ഞാൽ എനിക്ക് ആൻറ്റീനെ നേരിട്ട് കാണാൻ പറ്റില്ലല്ലോ. ആൻറ്റിക്ക് അറിയാലോ ഞാൻ അമേരിക്കയിലേക്ക് പോകാൻ പോവാ. നീ എവിടെയെങ്കിലും പോയിക്കോ, എനിക്കൊരു കുഴപ്പമില്ല. അതല്ല ആൻറ്റി, ഞാൻ ഒറ്റക്കാ പോണത് മനുവേട്ടൻ്റെ കൂടെ. എൻ്റെ മോളെയും അതുപോലെ തന്നെ അമ്മേനെയും ആൻറ്റി കുറച്ച് ദിവസം ഒന്ന് വീട്ടിൽ നിർത്താവോ? അതെന്താടി നീ നിന്റെ അമ്മേനെയും അതുപോലെ വളർത്തമ്മയാണെങ്കിൽ നിന്നെ സ്നേഹിച്ച് വളർത്തിയതല്ലേ, അവരുടെ പാലല്ലേ നീ കുടിച്ചത്, അവരല്ലേടി നെഞ്ചിലെ ചൂട് നിന്ന് നിന്നെ വളർത്തിയത്. അപ്പൊ അതുകൊണ്ട് നീ എന്താ അവരെ കൊണ്ടുപോകാത്തത്? നിന്റെ സ്വന്തം മോളെങ്കിലും നിനക്ക് കൊണ്ടുപോയിക്കൂടെ? ഒരു വയസ്സ് പോലും അതിന് ആയിട്ടില്ലല്ലോടി എന്ന് പറയണം ആൻറ്റി. അതുകൊണ്ടല്ല, എനിക്ക് മാത്രമേ വിസ ശരിയായിട്ടുള്ളൂ. ഞാനും മനുവേട്ടൻ അവിടെ പോയിട്ട് 3 ആഴ്ച കഴിയുമ്പോൾ തിരിച്ചു വരും. അതിനുശേഷം ഞാൻ അമ്മേനെയും മോളെയും കൊണ്ടുപോകാം. നീ തിരിച്ചു വരുമോടി അതോ അവിടെ തന്നെ സെറ്റിൽ ആവോ? ആൻറ്റി പ്ലീസ്, 3 ആഴ്ച, വെറും 3 ആഴ്ച മാത്രം, ഒരു മാസം മാത്രമേ എൻ്റെ അമ്മേനെയും മോളെയും ഒന്ന് ആൻറ്റിയുടെ വീട് വരെ നിർത്താവോ? പറ്റില്ല, ഞാൻ അതിനെ സമ്മതിച്ചാലും ചന്ദ്രേട്ടനും എൻ്റെ മക്കളും മരുമക്കളും അതിനെ സമ്മതിക്കില്ല ആൻറ്റി. എൻ്റെ അമ്മ അങ്ങനെ ഉപദ്രവിക്കൊന്നുമില്ല ആൻറ്റി എന്ന് പറയണം. പിന്നെ മോള്, അവൾക്ക് വേറെ ആരുമില്ല അറിയാലോ. ഞാനെന്ത് പറയാനാ, എനിക്ക് ആലോചിക്കണം എന്ന് പറയാണ് ആൻറ്റി. ആലോചിച്ചിട്ട് പോസിറ്റീവായിട്ട് മാത്രം പറയാവോ? ആൻറ്റിക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ വൈകിട്ട് ഞാൻ അവരെ കൊണ്ടേ ആക്കാം എന്ന് പറയാണ്. ശരി, ഞാനൊന്ന് ആലോചിക്കട്ടെ, നിന്നെ വിളിക്കാം എന്ന് പറയുന്നുണ്ട്. ശരി ആൻറ്റി എന്ന് പറയാണ്. അങ്ങനെ സരു അവിടെ നിന്ന് പോവാണ്. രൂപ ഇക്കാര്യം സേനനോടും കിരണിനോടും കല്യാണിയുടെ ഇതൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അവരിങ്ങനെ വിചാരിക്കുന്നുണ്ട് ഇനി അവള് മനോഹറിനെ കുറിച്ച് സത്യങ്ങളൊക്കെ അറിഞ്ഞ് മനോഹറിനെ കൊന്ന് ജയിലിലെങ്ങാനും പോയിട്ട് അവളുടെ അമ്മയും മോളും അനാഥരാവണ്ട വെച്ചിട്ടും അമ്മയുടെ കയ്യിൽ ഏൽപ്പിക്കാൻ വേണ്ടി വന്നതാണോ എന്ന് കിരൺ ചോദിക്കുകയാണ്. എനിക്കറിയില്ല മോനെ, കഴിഞ്ഞ ദിവസം ഒരു സംഭവം ഉണ്ടായി, ഓർഫനേജ് ഇല്ലേ, അത് നമുക്കറിയാവുന്ന ഓർഫനേജ് ആണ്. കല്യാണി എല്ലാ മാസവും അവർക്ക് ഡൊണേഷൻ കൊടുക്കാറുണ്ട്. ആ ഓർഫനേജിലെ സിസ്റ്റർ പറയുന്നുണ്ടായിരുന്നു അവൾക്ക് സരുവിനെ അറിയാലോ, സരു കുഞ്ഞിനെ അവിടെ ഏൽപ്പിക്കാമോ എന്ന് ചോദിച്ചെന്ന്. അപ്പൊ അവൾ എന്തോ അറിഞ്ഞിട്ടുണ്ടല്ലോ മോനെ എന്ന് പറയുമ്പോൾ അതെ, അതുകൊണ്ടായിരിക്കും കുഞ്ഞിനെ ഇവിടെ ഏൽപ്പിച്ച് അവൾ എന്തോ ഉദ്ദേശിച്ചിട്ടുണ്ട്. കുഞ്ഞിനെയും അവളുടെ അമ്മേനും അനാഥരാക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ കൊണ്ട് നിർത്തട്ടേന്ന് ചോദിച്ചത്. എന്തായാലും അമ്മ ഒരു കാര്യം ചെയ്യും, അവളുടെ ആന്റി ഒരു പാവമാണ്, അവരിവിടെ കൂടെ കൂടിയിട്ടുണ്ടെങ്കിലും വലിയ ഉപദ്രവം നമ്മളെ ചെയ്തിട്ടില്ലല്ലോ. പിന്നെ ആ മോളെ കല്യാണിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അഥവാ അവൾ എന്തെങ്കിലും അബദ്ധം കാണിക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് ആ കുഞ്ഞിനെ കല്യാണി നോക്കിക്കോളും, പൊന്നു പോലെ നോക്കിക്കോളും. അവൾ അതിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടെന്ന് കിരൺ പറയാണ്. കല്യാണി പറയണ്ട, അതെ അമ്മേ ഞാൻ നോക്കിക്കോളാം, എനിക്ക് ആ കൺമണി മോളെ നല്ല സ്വഭാവമുള്ളൊരു മോളായിട്ട് വളർത്തണമെന്ന് ആഗ്രഹമുണ്ട്. അവളുടെ കൂടെ കൂട്ടുകയാണെങ്കിൽ ആ കുഞ്ഞിനെ അവള് ചീത്ത സ്വഭാവത്തിലൂടെ വളർത്തും, അവളെ പോലെ. എനിക്ക് ആ കുഞ്ഞിനെ ഭയങ്കര ഇഷ്ടമാണ്, ഞാൻ എൻ്റെ കല്ലുമോനെ പോലെ അതിനെ സ്നേഹിച്ച് വളർത്താം. രണ്ടുപേർക്ക് ഒരു കൂട്ടാവുമല്ലോ, കല്ലുമോനെ ഒരു കൂട്ടാവുമല്ലോ എന്നൊക്കെ പറയണം. അപ്പൊ രൂപ പറയണ്ട് ശരി എങ്കിൽ ഞാൻ അവൾക്ക് പറയാം അമ്മേനെയും മോളെ ഇവിടെ നിർത്താനായിട്ട് എന്ന് പറയാണ്. അങ്ങനെ രൂപ സരുവിനെ വിളിച്ച് പറയുന്നുണ്ട് ശരി, നീ ഏടത്തിനെയും കുഞ്ഞിനെ ഇവിടെ കൊണ്ടുവന്നു പറയാണ്. അങ്ങനെ സരുവിനെ സമാധാനമാവാണ്, തന്റെ അമ്മേനെയും കുഞ്ഞിനെ സേഫ് ആക്കിയല്ലോ എന്ന് ആലോചിച്ചിട്ട്. അതേസമയം മനോഹർ ജയിലിലേക്ക് പോകാണ് രാഹുലിനെ കണ്ട് യാത്ര പറയാൻ വേണ്ടി. അപ്പൊ രാഹുലിനോട് പറഞ്ഞു ഞാൻ അമേരിക്കയിൽ പോവാണ്, ഇനി നമ്മൾ ഒരിക്കലും കാണില്ല, ഗുഡ് ബൈ എന്നൊക്കെ പറയുമ്പോൾ രാഹുൽ പറഞ്ഞിടാ നീ അമേരിക്ക പോകുന്നതൊക്കെ കൊള്ളാം, പക്ഷെ എന്റെ മോൾ സത്യം അറിയാതെ നീ നോക്കിക്കോ, അവളിപ്പോ നിന്റെ മര്യാദക്ക് എന്നെ നടക്കുന്നത്, പക്ഷെ അവൾ സത്യം അറിഞ്ഞ കഴിഞ്ഞാൽ നിന്നെ കൊല വിളിക്കുമെന്ന് പറയാണ്. നിങ്ങളുടെ മോളെ സത്യം ഒന്നും അറിയാൻ പോണില്ല, നാളെ തന്നെ അമേരിക്കയിൽ പോകും, പിന്നെ നിങ്ങളുടെ മോളെ എന്തറിയാനാ എന്നൊക്കെ പറയാട്ടെ. അതായത് ഇങ്ങനത്തെ പ്രൊമോ ആണ് നമുക്ക് ഇന്ന് കാണിച്ചത്. വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.